എവരിവൺ, വെൽക്കം ബാക്ക് ടു ലിജോസ് ന്യൂ ബിഗിൻ വേൾഡ്. ഇന്ന് നമ്മൾ പയറ് എങ്ങനെ മുളപ്പിക്കാം, അതുപോലെ തന്നെ എങ്ങനെ കിളിപ്പിച്ചെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് കുറച്ച് അക്സസറീസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. സ്പ്രൗട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഇത് കിളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ട്രേസ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലാണ് ഞാൻ പയറ് ഇത്തവണ മുളപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ മുളച്ചു വന്നിട്ടുണ്ട്. നോക്കിയേ, നല്ലതുപോലെ കിളുത്തുന്നുണ്ട്. ഇത് ഒരു 24 to 48 hours ഉള്ളിലേ ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ നല്ലതുപോലെ കിളുത്ത് വന്നിട്ടുണ്ട്. നമ്മള് മുളപ്പിച്ച പയറ് നമുക്കിത് എങ്ങനെ കിളിപ്പിച്ചെടുക്കാന്ന് നോക്കാം. നല്ലപോലെ കിളുത്ത് വന്ന സാധനമാണ് ഇത്. ഞാന് ആദ്യം ഇതിന്റെ ക്യാപ്പ് നമുക്ക് ഊരിയെടുക്കണം. ഇതിന്റെ ഉള്ളിലൊക്കെ കിളുത്ത് വന്ന ഇത് ഇരിപ്പുണ്ട്. നമുക്കത് കൈവച്ച് ചെറുതായിട്ട് പുറത്തെടുത്ത് കളയാം. ഇവിടെ വിന്റർ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് ഗാർഡനിങ് ഒക്കെ ഭയങ്കര പാടാണ്. അപ്പം നമുക്ക് ഉള്ളില് എങ്ങനെ ഇലക്കറികളൊക്കെ നമുക്ക് ആവശ്യമല്ലേ വീട്ടില്. പിള്ളേർക്കാണേലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ഉള്ളിൽ തന്നെ നമുക്ക് ഇതൊക്കെ കിളിപ്പിച്ച് ഇത് വളർത്തിയെടുക്കാൻ പറ്റും. നല്ലപോലെ വളർന്നു വന്ന് അല്ലെ മുളച്ചു വന്ന പയറാണ്. ഞാൻ ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈവൻലി സ്പ്രെഡ് ആയിട്ട് ഉള്ളിട്ട് കൊടുക്കണം. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. എന്റെ ആദ്യ കാലങ്ങളിലെ വീഡിയോ ആണ്. അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല, പക്ഷെ കുറെ പേരൊക്കെ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റിയില്ല, പിന്നെ അത് ചീഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മൾ അതിനെ വെള്ളം ഒഴിച്ചും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് വെള്ളം മാറ്റി കൊടുത്തുമൊക്കെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ ഇത് കണക്ക് നല്ല പോലെ നമുക്ക് വളർന്നു കിട്ടും. ഇതിപ്പോ നോക്കി ഞാൻ എല്ലാം നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എങ്ങനെയാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാമേ. ഈ ട്രേ കണ്ടോ? ഈ മുകളിലുള്ള ട്രേയിലാണ് നമ്മൾ പയറ് വെതറിയിട്ടിരിക്കുന്നത്. അതിന്റെ താഴത്തുള്ള ഈ ഗ്രീൻ ട്രേയിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വെച്ചിട്ട് ഇതിന്റെ മുകളിലോട്ട് കുറച്ച് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിന്റെ മുകളില് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം അതിന്റെ ആ താഴെ ഭാഗത്ത് വെള്ളം എത്തി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം നിറച്ചു കൊടുക്കാൻ. ഈ ട്രേയിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ട്രേയുടെ ഫുള്ള് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട. ഒരു 3/4 വരെ, 3/4 ഇല്ല, ഹാഫിൽ ഒരു ഇച്ചിരിയും കൂടെ കൂടുതൽ. അതുകൊണ്ട് ഞാൻ കുറച്ച് ട്രേയിൽ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ മോളിൽ നിന്ന് ചെക്ക് ചെയ്യും അവിടം വരെ എത്തുന്നുണ്ടോ. അപ്പം ഇതിനകത്ത് കാണാം നിങ്ങൾക്ക് വെള്ളം തൊട്ട് മുകളിൽ നിൽക്കുന്നത്. ഒരു ഇച്ചിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ട്രേയില് നമ്മൾ നമ്മുടെ പയറ് കിളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞു. ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ പയറിന്റെ മുകളില് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് നനയുന്ന കണക്ക്, എല്ലാ ഭാഗവും നനയുന്ന കണക്ക് ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുക്കുക. രാവിലെ വൈകിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അത് നമുക്ക് തന്നെ ഈ ട്രേ ഒന്ന് പൊക്കി നോക്കുമ്പോൾ ഇതിന്റെ അടിയിലായിട്ട് ചിലപ്പം വെള്ളം വറ്റി വരുന്ന നമുക്ക് തോന്നും. അപ്പൊ അതിനകത്ത് നമ്മൾ ട്രേ പൊക്കിയിട്ട് അതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് അത്, കാരണം നമുക്ക് ഈ ചെടി വളരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വേണം. അപ്പൊ അതിന്റെ അടിയിൽ കിടക്കുന്നത് പോലെ നമുക്ക് കുറച്ച് വെള്ളം നിറച്ച് വെക്കണം. ഇത് ഞാൻ കാണിച്ചു തരാം. അതെ, ഇത് കണ്ടോ? ഇതിന്റെ അടിയിൽ വേര് വളർന്നു നിൽക്കുന്ന കണ്ടോ? വെള്ളവും അതിന്റെ അടിയിലുണ്ട്. ഈ വെള്ളം ഇങ്ങനെ ചീത്തയാകുവാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളം മാറ്റി കൊടുക്കണേ. എന്നിട്ട് അതിന്റെ നമ്മുടെ മുകളിലുള്ള ആ പയറിന്റെ ഇത് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെള്ളം നിറച്ച് വെച്ച് കൊടുക്കണം.
ഇതാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച സ്പ്രൗട്ടർ. ഇതിനൊരു 3-4 ഭാഗമുണ്ട് കേട്ടോ. ഞാനിത് ഓരോന്ന് ഊരി കാണിച്ചു തരാം. ഇത് മുകളിലത്തെ ക്യാപ്പാണ്, പിന്നെ ഇത് അടപ്പ്. ഈ സ്റ്റീൽ കണക്കുന്ന സാധനം അതിൻ്റെ ഉള്ളിലായിട്ടിരിക്കും. ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് റബ്ബറിൻ്റെ ഒരു വാഷറും കൂടിയുണ്ട്. പിന്നെ നമ്മളുടെ പയറിടാൻ വേണ്ടിയിട്ട് ഒരു ബൗള്. അപ്പം ഇതൊക്കെ അതിൻ്റെ പാർട്സ്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ പയർ ഇതിലോട്ട് ഇടുന്നത്, അത് എങ്ങനെയാണ് നമ്മൾ സ്പ്രൗട്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ നമ്മുടെ പയർ ഒരു 12 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളം ഡ്രെയിൻ ചെയ്ത് പുതിയ വെള്ളം എടുത്തു വെച്ചതാണ്. ഇത് നമുക്ക് ഈ ബൗളിലോട്ട് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് അടച്ച് അതിൻ്റെ വെള്ളം നമുക്ക് ഒന്നും കൂടെ ഡ്രെയിൻ ചെയ്ത് കളയാം. നല്ലപോലെ ടൈറ്റ് ചെയ്ത് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്യാപ്പ് ഇതിനകത്തോട്ട് വെച്ചു. ഇതിന് ക്യാപ്പ് വെക്കണമെന്നില്ല, അത് ലാസ്റ്റ് വെച്ചാൽ മതി. നമുക്കിതിലെ വെള്ളം നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്ത് കളയാവേ. ഇനി നമുക്ക് ക്യാപ്പ് ഇവിടോട്ട് വെച്ച് ഇതിൻ്റെ സൈഡിലോട്ട് ആ വെള്ളം ഇറങ്ങിയിരിക്കും. അപ്പം അത് താഴെ ഒന്നും പോകില്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ബൗളിലോട്ട് ഇറക്കി അങ്ങ് വെക്കും. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ ഞാൻ വീണ്ടും ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഡ്രെയിൻ ചെയ്യും. അപ്പോൾ ഒരു 2 ദിവസം മാക്സിമം പോയാൽ മതി. നമുക്ക് നല്ലതുപോലെ ഇതുപോലെ കിളുത്ത് വന്ന പയർ നമുക്ക് കിട്ടും. ഇത് ഞാൻ മുളപ്പിച്ച് വെച്ച പയർ ഇത് കണക്ക് ട്രേയിൽ എടുത്ത് വെച്ച ശേഷം അത് നല്ലതുപോലെ കിളുത്ത് വന്നതാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല നീളത്തിൽ നിൽപ്പുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നമുക്ക് തോരനാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നമുക്കൊന്നുകിൽ മുട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ ചെറുപയർ തന്നെ നമ്മൾ വേവിച്ച് ഇതിൻ്റെ കൂടെ തോരനാക്കിയോ അല്ലെങ്കിൽ പരിപ്പൊക്കെ ഇട്ട് തോരനാക്കിയൊക്കെ പിള്ളേർക്ക് കൊടുക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതിന്റെ ട്രേയുടെ അടിഭാഗം നോക്കിക്കേ, നല്ല പോലെ വേരിറങ്ങി നിൽക്കുന്നത് കണ്ടോ. ഇത് നല്ലതുപോലെ അത് പിടിച്ചു വന്നിട്ടുണ്ട്. ഇതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ട് നല്ലതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ചെടിക്ക് ആവശ്യമായിട്ടുള്ള. പ്രത്യേകിച്ച് വിന്റർ ആയതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശവും കാര്യങ്ങളൊക്കെ കുറവാണ്. എന്നാലും വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് അതിനെ നല്ലതുപോലെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ നമ്മുടെ വീടിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ വളർന്നു നിൽക്കുന്ന ചെറുപയർ ഞാൻ അതിൻ്റെ ആ വേരിൻ്റെ ഭാഗം എടുക്കുന്നില്ല, ഈ മോള് ഭാഗം മാത്രം കട്ട് ചെയ്ത് എടുക്കുകയാണ്. കണ്ടോ, നമുക്കിത് കഴുകി ഉണ്ട പോലും ആവശ്യമില്ല, അത്രയ്ക്ക് നല്ല എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ വേരൊന്നും എടുക്കാണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതുണ്ടോ, ഇതിൻ്റെ അടുഭാഗത്ത് ചെറിയ ചെറിയ വിളികളുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടിഭാഗത്തെ സാധനം നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് അത് മുഴുവനായിട്ട് എടുക്കാനും പറ്റും, അല്ലെങ്കിൽ ഈ ട്രേയോട് കൂടി ഇവിടുന്നേ നമുക്ക് അത് ഫുള്ളായിട്ട് അടച്ചെടുക്കാൻ പറ്റും. ബാക്കിയും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തങ്ങ് എടുക്കാവേ. നമ്മുടെ ഇന്നത്തെ കറിക്കുള്ള ചെറുപയർ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. മുളപ്പിക്കാൻ വെച്ച പയർ അവിടെ ഇരുന്ന് മുളച്ചോളും. ഇടയ്ക്കൊന്ന് വെള്ളം ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വെള്ളം മാറി കൊടുക്കുകയും മാത്രം ചെയ്താൽ മതി.
മണ്ണോ അല്ലെങ്കിൽ ചെളിയോ ഒന്നും പറ്റുമെന്ന് പേടിയും വേണ്ട. ഞാൻ ഈ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് മേടിച്ച സാധനങ്ങളുടെ എന്താ പറയുക പേരും കാര്യങ്ങളും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക. അപ്പം നമ്മുടെ ചെറുപയർ കിളിപ്പിച്ചത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ള ഒരു തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ഞങ്ങൾ ഉടനെ തന്നെ തോരൻ വെക്കാൻ പോവാണ്. അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം. അപ്പൊ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എന്റെ വീഡിയോസ് കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.